ബീഹാറിനെ ഇളക്കിമറിച്ച് വോട്ടധികാർ യാത്രയുടെ സമാപന സമ്മേളനം ഇന്ന്. അംബേദ്കർ പാർക്കിൽ 10,000 പങ്കെടുക്കുന്ന മഹാറാലിയിൽ ഇന്ത്യ സഖ്യ നേതാക്കൾ അണിനിരക്കും. ഗാന്ധിയിൽ നിന്ന് അംബേദ്കറിലേക്ക് എന്ന പേരിൽ മാർച്ച് നടത്തും. വോട്ട് മോഷണത്തിനെതിരെ ശക്തമായ മുന്നറിയിപ്പ് നൽകിയാണ് രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും നയിച്ച യാത്ര അവസാനിക്കുന്നത്. രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും നയിച്ച വോട്ടധികാർ യാത്ര ഇന്ന് സമാപിക്കുകയാണ്. സമാപന സമ്മേളനം നടക്കുന്ന വേദിയിലാണ് ഞാനുള്ളത്. വലിയ ജനത്തിരക്ക് നമുക്കിപ്പോൾ തന്നെ ഇവിടെ കാണാൻ സാധിക്കും. ഇന്ന് 1 മണിയോട് കൂടിയാണ് ഇതിന്റെ സമാപനം നടക്കുക. എന്നാൽ അതിനു മുന്നോടിയായിട്ട് തന്നെ വലിയ ജനത്തിരക്ക് ഈ മൈതാനത്തേക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ട്. ആളുകൾ 1 മണിയോടുകൂടി മൈതാനം പൂർണ്ണമായും നിറയുമെന്നാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 16 ദിവസമാണ് വോട്ട് ചോർ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും ഒരുമിച്ച് ബീഹാറിന്റെ വിവിധ ഇടങ്ങളിലൂടെ റാലി നടത്തിയത്. ആ റാലിയുടെ പരിസമാപ്തിയാണ് ഇന്ന് ഉണ്ടാകാൻ പോകുന്നത്. 110 നിയമസഭാ മണ്ഡലങ്ങളിലൂടെയാണ് ഈ റാലി കടന്നുപോയത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രത്യേകിച്ച് ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുനിന്നുകൊണ്ട് ഇത്തരമൊരു യാത്രയുണ്ടായത്. ആ യാത്രക്ക് വലിയ സ്വീകാര്യത ബീഹാറിന്റെ വിവിധ ഇടങ്ങളിൽ ലഭിക്കുകയും ചെയ്തിരുന്നു. രാഹുലും തേജസ്വിയും എത്തുന്ന എല്ലാ സ്ഥലങ്ങളിലും എല്ലാ ഇടവഴികളിലും നിരവധി ആളുകൾ ഈ റാലിയെ സ്വീകരിക്കാനായിട്ട് കാത്തുനിന്നിരുന്നു. അതുതന്നെയാണ് ഈ റാലിയുടെ പ്രധാനപ്പെട്ട വിജയമായിട്ട് കോൺഗ്രസും RJDയും ഇപ്പോൾ ഉയർത്തി കാണിക്കുന്നത്. റാലിക്കിടയിൽ പലതരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടാക്കാനായിട്ട് BJP ശ്രമിച്ചെങ്കിലും ആ വിവാദങ്ങളെയെല്ലാം നിഷ്പ്രയമാക്കിക്കൊണ്ട് വലിയ വിജയത്തിലേക്ക് ഈ യാത്ര കടന്നുപോയിരുന്നു. ഇന്ന് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ ഇന്ത്യ സഖ്യത്തിന്റെ പ്രമുഖ നേതാക്കൾ ഉൾപ്പെടെ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. അഖിലേഷ് യാദവും MA ബേബിയും ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ ഇതിനോടകം തന്നെ പാട്നയിൽ എത്തിയിട്ടുണ്ട്. ഇതിന്റെ സമാപന സമ്മേളനം നടക്കുന്ന ആ വേദിയിലേക്ക് അല്പസമയത്തിനകം തന്നെ അവർ എത്തിച്ചേരുകയും ചെയ്യും. രാവിലെ 10 മണിക്ക് ഗാന്ധി പാർക്കിലെ ഗാന്ധി സ്റ്റാച്യുവിൽ ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചന അർപ്പിച്ചതിന് ശേഷമായിരിക്കും മറ്റു ചടങ്ങുകളിലേക്ക് കടക്കുക. ഗാന്ധി പ്രതിമയിൽ നിന്നും അംബേദ്കറിലേക്കുള്ള ഒരു മാർച്ച് സംഘടിപ്പിക്കുന്നുണ്ട്. ആ മാർച്ച് അവിടെ എത്തിയതിനു ശേഷം അംബേദ്കർ പ്രതിമയിലും പുഷ്പാർച്ചന നടത്തും. അതിനുശേഷമായിരിക്കും സമാപന സമ്മേളനം നടക്കുക. വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് കോൺഗ്രസും RJDയും ഉള്ളത്. തങ്ങൾ ഉയർത്തിയ മുദ്രാവാക്യങ്ങൾ ബീഹാറിലെ ജനങ്ങൾ ഏറ്റെടുത്തു. ബീഹാറിലെ ജനങ്ങൾക്ക് എന്താണ് വോട്ട് ചോർ എന്ന് മനസ്സിലായി. തങ്ങളെ ഇത്രയും നാൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനും കേന്ദ്ര സർക്കാരും ചേർന്ന് പറ്റിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. തങ്ങളുടെ വോട്ടുകൾ അവർ കവർന്നെടുത്തു. അത് എങ്ങനെയാണ് ആ വോട്ട് കവർച്ച നടന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ മനുഷ്യരെ മനസ്സിലാക്കാനായിട്ട് സാധിച്ചു എന്ന് തന്നെയാണ് പ്രധാനമായും പറയുന്നത്. എന്തായാലും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് ബീഹാറിലെ ജനങ്ങൾ ഉള്ളത്. എന്തായാലും അവരോട് തന്നെ ആ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതീക്ഷ അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഇന്ന് 10 മണിയോടുകൂടി ഇതിന്റെ ചടങ്ങുകൾ ആരംഭിക്കും. അതിനുശേഷം 1 മണിക്കായിരിക്കും സമാപന സമ്മേളനങ്ങൾ ഉണ്ടാവുക. കോൺഗ്രസിനെയും RJDയെ സംബന്ധിച്ചിടത്തോളം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് വലിയ പ്രതീക്ഷ നൽകുന്നതാണ്. അതുകൊണ്ട് ഈ ഉയർത്തിയ മുദ്രാവാക്യം കോൺഗ്രസിനെയും RJDയെയും സംബന്ധിച്ച് അത് വലിയ പ്രതീക്ഷയും നൽകുന്നുണ്ട്.